ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, 1550s ഇംഗ്ലണ്ടിനെ ഭരിച്ചത് മേരി എന്നൊരു രാജ്ഞിയാ. എന്നെ ഏറെ സ്പർശിച്ചൊരു ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് ആരാധിക്കാം. ആ രാജ്ഞി ഭരിച്ചിരുന്നപ്പോൾ തൻ്റെ രാജ്യത്തിൽ ദൈവവചനം അനുസരിച്ച് കർത്താവിനെ പിൻപറ്റുവാൻ തീരുമാനിച്ച വിശുദ്ധരെ എല്ലാം ചുട്ടുകൊല്ലുവാൻ അല്ലെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടുവാൻ തീരുമാനിച്ചു. അനേകായിരക്കണക്കിന് ജനത്തെ അപ്രകാരം ചെയ്തു. നിലനിൽക്കുവാൻ ഭയമുള്ളവർ രാജ്യം വിട്ടുപോയി. പക്ഷെ അവിടെ ഒരു അപ്പനും 3 മക്കളും വന്നു. അവരെ പടയാളികൾ പിടിച്ചുകൊണ്ട് വന്നു. കയ്യിൽ നിർത്തിയിട്ട് പറഞ്ഞു, നീ യേശുവിനെ തള്ളിപ്പറ. അപ്പനോടും മക്കളോടും പറഞ്ഞു, യേശുവിനെ തള്ളിപ്പറ. അങ്ങനെയാണെങ്കിൽ നിനക്ക് സുഖമായി ഇംഗ്ലണ്ടിൽ ജീവിക്കാം, അല്ലെങ്കിൽ ഈ കുഴിയിൽ നിങ്ങളെ ഞാൻ ജീവനോടെ മൂടും. ഏതപ്പനാ സഹിക്കുന്നത്? ഏതമ്മയ്ക്കാ സഹിക്കുന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ ജീവനോടെ ഒരു കുഴിയിൽ കുഴിച്ചു മൂടുന്നത്? അപ്പന് ധൈര്യമുണ്ടെങ്കിലും മക്കളെ ഓർത്ത് പറയുമല്ലേ, അല്ല എനിക്ക് സാധിക്കത്തില്ല എന്ന്. നമുക്കെല്ലാം മക്കളുണ്ടല്ലോ. അപ്പനോട് ചോദിച്ചു, നിനക്ക് സാധിക്കുമോ? യേശുവിനെ തള്ളി പറയാമോ? അപ്പൻ പറഞ്ഞു, ഇല്ല. മക്കളോട് ഓരോരുത്തരോട് ചോദിച്ചു, യേശുവിനെ തള്ളി പറഞ്ഞ ഈ രാജ്യത്ത് നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം. മക്കൾ ഓരോരുത്തരും പറഞ്ഞു, പറ്റത്തില്ല. കുഞ്ഞുങ്ങളെ വീണ്ടും മണ്ണിട്ട് മൂടുവാൻ തുടങ്ങി. ആദ്യത്തെ കുഞ്ഞിനെ മൂടി, രണ്ടാമത്തെ കുഞ്ഞിനെ മൂടി. ഓരോ പ്രാവശ്യവും അപ്പനോട് ചോദിക്കും, നിനക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്, നീ പറഞ്ഞാൽ നിന്നെയും രക്ഷിക്കാം, ഈ കുഞ്ഞുങ്ങളെയും പുറത്തു വിടാം. അപ്പൻ പറഞ്ഞു, നോ. എന്നാൽ മൂന്നാമത്തെ ഇളയ കുഞ്ഞിനെ കുഴിച്ചു മൂടുവാൻ തുടങ്ങിയപ്പോൾ അപ്പൻ ഒന്ന് പതറി. തനിക്ക് സഹിക്കുന്നില്ല. വീട്ടിൽ അന്ന് രാത്രിയിൽ ഡിന്നർ കഴിക്കുവാൻ എല്ലാം റെഡിയാക്കിയിരിക്കുമ്പോഴാ ഈ കോൾ വന്ന് പടയാളികൾ പിടിച്ചുകൊണ്ട് വന്നത്. തൻ്റെ കുഞ്ഞുങ്ങൾ തൻ്റെ മുമ്പിൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെടുന്നത് താങ്ങുവാൻ അദ്ദേഹത്തിന് ശക്തിയില്ല. പെട്ടെന്ന് അപ്പൻ്റെ വാക്കുകൾ സ്വരമിടറിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് പറ്റുമോ നിൽക്കാൻ? പെട്ടെന്ന് ഇളയ കുഞ്ഞു പറഞ്ഞു, നോ ഡാഡ്, നോ, തള്ളിപ്പറയരുത്, തള്ളിപ്പറയല്ലേ, ഞാൻ മരിക്കട്ടെ. എൻ്റെ 2 ബ്രദേഴ്സ് ഇപ്പോൾ മരിച്ചു, ഞാനും മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ. എന്നെ ഓർത്ത് ഡാഡി, അങ്ങ് യേശുവിനെ തള്ളിപ്പറയരുത്. നമ്മൾ ഇന്ന് ഒരുമിച്ച് ഇവിടെ മരിക്കാം. ഒരുമിച്ച് നമുക്ക് അല്പസമയം കഴിയുമ്പോൾ സ്വർഗത്തിൽ ഡിന്നർ കഴിക്കാം. തള്ളിപ്പറയരുത്. ഇവിടെ ഇരിക്കുന്ന യവന തലമുറകളോട് ഞാൻ ചോദിക്കുക, ഈ ലോകത്തിലെ പ്രലോഭനങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ എത്ര പേർക്ക് ഒരുമിച്ച് പറയുവാൻ സാധിക്കും, യേശുവിനെ വിട്ട് ഞാൻ ഒന്നിനുമില്ല, യേശുവിനെ മറന്നൊരു ജീവിതമില്ല, കർത്താവിനോടുള്ള സ്നേഹത്തിനൊരു ഇഞ്ച് പോലും കുറവ് സംഭവിക്കത്തില്ല. ആ അപ്പനും മക്കളും അപ്രകാരം മരിക്കുവാൻ, യേശുവിനായി ജീവൻ കൊടുക്കുവാൻ തീരുമാനിച്ചു. ഈ കുഞ്ഞിന്റെ തീരുമാനം കണ്ടപ്പോൾ അവിടെ നിന്നൊരു പടയാളി ഓടി വന്നിട്ട് പറഞ്ഞു, ഇവർ സേവിക്കുന്ന യേശുവിനെ എനിക്കും വേണം. ഇത്ര ഉറപ്പോടെ ഒരു കൊച്ചു കുഞ്ഞ് യേശുവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ, ഇത്ര ഉറപ്പോടെ തന്റെ ജീവൻ വെടിയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഇത് സത്യമാർഗമാ. ഈ യേശുവിനെ എനിക്കും വേണം. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം ഞാൻ വായിച്ചപ്പോൾ ശദ്രക്, മേശക്, അബേദ്നെഗോവിനെ എനിക്ക് വേഗം ഓർമ്മ വന്നത്, രാജ്യത്തിന്റെ നിയമം വിരോധമായി ബിംബത്തെ നമസ്കരിക്കത്തില്ലെങ്കിൽ തീച്ചുളയിൽ ഇടുമെന്ന് നിയമം പുറപ്പെടുവിച്ചു. ആ ഭക്തർ എന്തുവാ വിളിച്ചു പറഞ്ഞത്? എന്നെ രക്ഷിക്കുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാ, ദൈവത്തിന് കഴിയും. ഇനിയും ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും എൻ്റെ ദൈവത്തെ തള്ളി പറഞ്ഞ് ഒരു ബിംബത്തിന്റെ മുമ്പിൽ എൻ്റെ മുട്ടുമടക്ക വിശുദ്ധ ദൈവസഭയോട് ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ചോദിക്കുന്നു, യേശുവിനോടുള്ള നിങ്ങളുടെ സ്നേഹം അത് സിറ്റുവേഷണൽ ആണോ, അത് കണ്ടീഷണൽ ആണോ? അങ്ങ് വിടുവിച്ചാൽ, അങ്ങ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാൽ ഞാൻ അങ്ങേ സേവിക്കാമെന്നാണോ പറയുന്നത്? അതോ ആ കരങ്ങൾ ഉയർത്തി പറയാമോ, അങ്ങനെ വിടുവിച്ചാലും ഇല്ലെങ്കിലോ, അങ്ങനെ ഉയർത്തിയാലും ഇല്ലെങ്കിലോ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നാലും ഇല്ലെങ്കിലും
എന്റെ ജീവനെ, എന്റെ ചങ്കേ, അങ്ങേ വിട്ടൊരു ജീവിതമില്ല.